ഹലോ ഫ്രണ്ട്സ്, യു കെയിലെ വിവിധ നേഴ്സിംഗ് ഹോമുകളിലും റെസിഡൻഷ്യൽ ഹോമുകളിലും അതേപോലെ തന്നെ ഡൊമസ്റ്ററി കെയറുകളിലുമായിട്ട് ആയിരക്കണക്കിന് മലയാളികളാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മിക്കവാറും എല്ലാവർക്കും തന്നെ 1 to 3 ഇയർ വർക്ക് പെർമിറ്റാണ് അവർ വന്നപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ യു കെയിൽ നിൽക്കുന്ന ചില ആൾക്കാർക്ക് വർക്ക് പെർമിറ്റ് റിന്യൂ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു നേഴ്സിംഗ് ഹോമിൽ നിന്ന് എങ്ങനെ NHS ഹോസ്പിറ്റലിലേക്ക് ഒരു കെയറായിട്ട് അല്ലെങ്കിൽ ഒരു നേഴ്സായിട്ട് എങ്ങനെ മാറാമെന്നുള്ളത്. യു കെയിലേക്ക് എത്തിയിട്ടുള്ള ഈ ഒരു ഡൊമസ്റ്ററി കെയറിലാണെന്നുണ്ടെങ്കിലും നേഴ്സിംഗ് ഹോമുകളിലാണെങ്കിലും ജോലി ചെയ്യുന്ന നേഴ്സായിട്ടുള്ള ഒരാളാണ് നിങ്ങൾ. അതായത് നിങ്ങൾക്ക് നേഴ്സിംഗ് ക്വാളിഫിക്കേഷൻ നാട്ടിൽ നിന്നുള്ള ജനറൽ നേഴ്സിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾ BSc നേഴ്സായിട്ടുള്ള ഒരാളാണ് ഇവിടുത്തെ നേഴ്സിംഗ് ഹോമുകളിലൊക്കെ ഇപ്പോൾ ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ലക്ക് കൂടുതലാണ് NHS ഹോസ്പിറ്റലുകളിൽ തൽക്കാലം ഒരു കെയറായിട്ട് ജോലി ലഭിക്കാനായിട്ട്. യു കെയിലെ ഒരു NHS ഹോസ്പിറ്റലിൽ നമുക്കൊരു വർക്ക് പെർമിറ്റ് ലഭിച്ച് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ്. പല NHS ഹോസ്പിറ്റലുകളിലും അവർ വർക്ക് പെർമിറ്റ് നൽകുന്നില്ല. പക്ഷേങ്കിൽ നമ്മളുടെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഇപ്പോഴും യു കെയിൽ ഉള്ള ഒരാളാണ്. യു കെയിൽ ഉള്ള ഒരാൾക്ക് നിങ്ങൾക്കൊരു NHS ഹോസ്പിറ്റലിൽ ഒരു വർക്ക് പെർമിറ്റ് ലഭിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പം നിങ്ങളെപ്പോലുള്ള ഒരാൾ ഇപ്പോഴേ യു കെയിലെ നേഴ്സിംഗ് ഹോമുകളിൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു നേഴ്സാണെങ്കിലും നേഴ്സ് അല്ലെങ്കിലും നിങ്ങൾക്ക് NHS ഹോസ്പിറ്റലുകളിലേക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. NHS ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ ജോലി ലഭിക്കുക എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, യു കെയിൽ നിങ്ങൾ ഓൾറെഡി എത്തിയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്കിപ്പോൾ വർക്ക് പെർമിറ്റ് കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, നിങ്ങൾ ഏതൊരു നേഴ്സിംഗ് ഹോമിലാണോ അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ഹോമിലാണോ നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രാക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കറിയാം, നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഒരു നേഴ്സിംഗ് ഹോമിലോ അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ഹോമിലോ യു കെയിൽ എത്തിയിട്ടുണ്ടെങ്കിലും അവർ നിങ്ങൾക്കൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് 2 വർഷമോ 3 വർഷമോ ആയിരിക്കും. പല നേഴ്സിംഗ് ഹോമുകളിലും ഈ ഒരു കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്ത് വിടാനായിട്ട് അവർ സമ്മതിക്കത്തില്ല. നല്ല നേഴ്സിംഗ് ഹോമുകളാണ്, നിങ്ങൾ നല്ല ടൈമിലാണ് അവിടെ പോകുന്നതെങ്കിൽ പല നേഴ്സിംഗ് ഹോമുകളും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ഹോമുകളൊക്കെ നിങ്ങൾക്കൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു NHS ഹോസ്പിറ്റലുകളിൽ ഇപ്പോഴൊരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഫ്രീ ആയിട്ട് വിടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റിൽ നിങ്ങൾ അറിയേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കോൺട്രാക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് മറ്റൊരു ജോലിയിലേക്ക് പോകാൻ സാധിക്കുമോ എന്നുള്ള ആ ഒരു കാര്യമാണ് നിങ്ങൾ അറിയേണ്ടുന്നത്. നിങ്ങളിപ്പോഴൊരു NHS ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾക്കൊരു ഓഫർ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നേഴ്സിംഗ് ഹോം മാനേജറുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട്, ഞാൻ അവിടെ പോകുന്നുണ്ട്, കുഴപ്പമുണ്ടോ? അപ്പോൾ അവർ നിങ്ങളെ അനുവദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നേഴ്സിംഗ് ഹോമിൽ നിങ്ങളുടെ കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. കാരണം അങ്ങനെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അവർ നിങ്ങളോട് പണം ചോദിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവർ വെക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീൽ ചെയ്തിട്ട് മാത്രമേ നമുക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം യു കെയിൽ ഇപ്പോഴൊരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പോകുമ്പോൾ അവർ പ്രീവിയസ് എംപ്ലോയറിൻ്റെ റെഫറൻസ് ചോദിക്കാറുണ്ട്. ഇവിടുന്ന് നമ്മൾ പോകുന്ന ആളിൻ്റെ റെഫറൻസ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റിടത്ത് ജോലിക്ക് കുറച്ച് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറണ്ട് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്കൊരു റെഫറൻസ് കിട്ടുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഇപ്പോൾ NHS ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതാണ് ബേസിക് ആയിട്ട് നമുക്ക് ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ NHSൻ്റെ വെബ്സൈറ്റിൽ www.nhsjobs.uk എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ ആ സ്ഥലത്ത് നിങ്ങൾക്ക് മാറാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് യു കെയിലെ ഏതെങ്കിലും സ്ഥലത്ത് ഒരു NHS ഹോസ്പിറ്റലിലെ ഒരു വേക്കൻസിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ധാരാളം ഇതുപോലെയുള്ള ജോബുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ യു കെയിൽ ഓൾറെഡി ഉള്ള ഒരാളായതുകൊണ്ട് NHS ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ CV ഒക്കെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് നിങ്ങളെ റിക്രൂട്ട് ചെയ്യാനുള്ള താല്പര്യം വർദ്ധിക്കും. കാരണം നിങ്ങൾ ബേസിക്കലി ഒരു നേഴ്സ് കൂടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 1.5-2 വർഷമായിട്ട് നിങ്ങൾ ഈ ഒരു കെയർ ഹോമുകളിൽ നിങ്ങൾ കെയർ അസിസ്റ്റൻ്റായിട്ടോ സീനിയർ കെയർ ആയിട്ടൊക്കെ ജോലി ചെയ്യുന്ന ഒരാൾ ആണ് എന്നുണ്ടെങ്കിൽ NHS ഹോസ്പിറ്റലിൽ അവർക്ക് ഈ ഒരു സെയിം പൊസിഷനിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കൊടുക്കുക. കാരണം നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ മറ്റുള്ള ആൾക്കാരുടെ ആപ്ലിക്കേഷനുകൾ വരുമ്പോഴും നിങ്ങൾക്ക് കുറച്ചുകൂടി
അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകാനുള്ള താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ കൺസിഡർ ചെയ്യും. പക്ഷെങ്കിൽ അപ്പോഴും നമ്മൾ അറിയേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് വിസ വേണ്ടുന്ന ഒരാൾ ആണ് എന്നുണ്ടെങ്കിൽ അവർ NHS ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് വിസ ഇഷ്യൂ ചെയ്യുമോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. നല്ല നല്ല ഹോസ്പിറ്റലുകൾക്ക് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ UK-യിലുള്ള ഒരാൾക്ക് വിസ നൽകാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല. അവർ ഒരു പക്ഷേ നൽകുമായിരിക്കും. നിങ്ങളിപ്പോഴേ ഒരു കെയർ അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ സീനിയർ കെയർ ആയിട്ട് ബാൻഡ് 3 ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ആ സെർച്ച് ബാറിൽ പോയിട്ട് അത് തന്നെ ആ ഒരു കെയർ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സീനിയർ കെയർ നിങ്ങൾ സെർച്ച് ചെയ്യുക. ഇനിയിപ്പോഴും നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ സ്ഥലമാണ് വേണ്ടെങ്കിൽ ആ സ്ഥലം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്തുള്ള NHS ഹോസ്പിറ്റലുകളിലെ ഈ വേക്കൻസികൾ എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ജോബ്സ് ആൻഡ് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഇത് എല്ലാം കാണാനായിട്ട്, പ്രത്യേകിച്ച് നിങ്ങൾ അറിയേണ്ടുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഡേറ്റ് നിങ്ങൾ നോക്കണം, ക്ലോസിംഗ് ഡേറ്റ്. കാരണം ക്ലോസിംഗ് ഡേറ്റിന് മുമ്പായിട്ട് നിങ്ങളുടെ CV സബ്മിറ്റ് ചെയ്തിരിക്കണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ആ ഹോസ്പിറ്റലിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള നമ്മളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടി ഒരു റെഫറൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു വാർഡിൽ നിങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മൾക്കതൊരു പ്രിഫറൻസ് കിട്ടാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. കാരണം മിക്കവാറുമുള്ള ഇപ്പോഴത്തെ NHS ഹോസ്പിറ്റലുകളൊക്കെ നമ്മളുടെ മലയാളികളൊക്കെ നല്ല നല്ല പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ CV കണ്ടു കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു കൺസിഡറേഷൻ കിട്ടാനുള്ള സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിലായിരിക്കണം നിങ്ങളുടെ CV നിങ്ങൾ തയ്യാറാക്കേണ്ടത്. കാരണം NHS ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും നമ്മുടെ CVയെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി അവർ നമ്മളെ വിളിക്കുന്നത്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു ബേസിക്കലി നേഴ്സാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് 1-2 വർഷം നിങ്ങൾ കെയറായിട്ടൊക്കെ ജോലി ചെയ്തു. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ മുഴുവനും നിങ്ങൾ അവിടെ കൊടുത്തിരിക്കണം. നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു വേക്കൻസി NHSൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, ജോബ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ കഴിവുകളും നിങ്ങൾ എന്തൊക്കെ ജോലികളാണ് ചെയ്തിട്ടുള്ളതെന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതിനകത്തിൽ പറഞ്ഞിരിക്കണം. അതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്നൊരു അട്രാക്ഷൻ ഉണ്ടാവണം. ഇതാണ് മെയിനായിട്ട് നിങ്ങൾ CV തയ്യാറാക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത്. മാത്രമല്ല നിങ്ങൾ 2 റെഫറൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രീവിയസ് എംപ്ലോയറിൻ്റെ ആയിരിക്കും, ഒന്ന് നിങ്ങളുടെ ആരുടെയെങ്കിലും ഫ്രണ്ടിൻ്റെയോ അതുപോലെയുള്ള അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരുടെയൊക്കെ പേഴ്സണൽ റെഫറൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു 2 റെഫറൻസും നിങ്ങൾ കൊടുത്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ CV നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾ പ്രത്യേകിച്ച് CV ഒന്നും ഉണ്ടാക്കേണ്ടുന്ന കാര്യമില്ല. കാരണം നിങ്ങൾ ആ ഒരു NHSൻ്റെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്ലൈ നൗവിൽ അടിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നിൽ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ CV ഉണ്ടാക്കേണ്ടുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്, അതിൽ പോയിട്ട് നിങ്ങൾ CV ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കറൻ്റ്ലി ജോലി ചെയ്യുന്ന ഒരു നേഴ്സിംഗ് ഹോം അവർ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ടീസ് പീരീഡ് ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറുള്ള ചില നേഴ്സിംഗ് ഹോമുകളിലേക്ക് 1 മാസം അല്ലെങ്കിൽ 6 വീക്ക് അങ്ങനെയൊക്കെ ആയിരിക്കാം. അത് പല നേഴ്സിംഗ് ഹോമിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അത് അറിഞ്ഞിട്ട് വേണം നമുക്ക് NHSലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു നോട്ടീസ് പീരീഡ് ഇപ്പോഴേ നമുക്ക് 1 മാസം കൊണ്ട് മറ്റൊരിടത്തൊന്ന് മാറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു 4 വീക്സ് നോട്ടീസ് നിങ്ങൾ കൊടുക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സാലറിയുടെ കാര്യമൊന്നും നമ്മൾ ബാർഗെയിൻ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ എനിക്ക് ഇത്ര പൗണ്ട് വേണമെന്നൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം ഇപ്പോഴേ ഒരു NHS ഹോസ്പിറ്റലിലൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു നേഴ്സ് ബാൻഡ് 5 നേഴ്സാണെങ്കിലും ഒരു ബാൻഡ് 2 HC ആണെങ്കിലും ഒരു ബാൻഡ് 3 സീനിയർ കെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്കൊരു ഫിക്സഡ് സാലറി അവിടെ ഓൾറെഡി ഉണ്ട്. ഏകദേശം ഒരു 23,575 പൗണ്ടോളമാണ് ഒരു ബാൻഡ് 2 ഹെൽത്ത് കെയർ അസിസ്റ്റൻസിന്. ഇപ്പോൾ നമ്മൾ 37.5 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇയർലി ലഭിക്കുന്ന ഒരു നമ്മളുടെ ഒരു സാലറി എന്ന് പറയുന്നത്. UK-യിലെ ഇപ്പോൾ ചെയ്യുന്ന നേഴ്സിംഗ് ഹോമുകാർ നമുക്കറിയാമല്ലോ, മിക്കവാറുമുള്ള CQCയുടെ അണ്ടറിലല്ല നിങ്ങൾ ഈ ജോലി ചെയ്യുന്നെങ്കിൽ അവർക്കൊരു വർക്ക് പെർമിറ്റ് തരാനായിട്ട് അവർക്ക് ഇനിയിപ്പോൾ സാധിക്കത്തില്ല. അപ്പോൾ അതിന് മുൻപ് തന്നെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ NHS ഹോസ്പിറ്റലിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വിസ ലഭിക്കും. നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വൺസ് നിങ്ങൾക്ക് വിസ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. വീണ്ടും ഞാൻ പറയുന്നു, NHS ഹോസ്പിറ്റലിൽ നിങ്ങൾക്കിപ്പോൾ ഒരു വിസ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് വിസയുടെ പ്രശ്നം
പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അവിടേക്ക് പോകാവൂ. കാരണം നമ്മളുള്ള ജോലി കളഞ്ഞിട്ട് നിങ്ങളിപ്പോൾ NHS ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾക്ക് ജോലി ലഭിച്ചു കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു വർക്ക് പെർമിറ്റ് വെച്ചുകൊണ്ട് നമുക്ക് NHS ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങൾക്ക് NHSൽ നിന്ന് വർക്ക് പെർമിറ്റ് ലഭിച്ചെങ്കിൽ മാത്രമേ അവിടെ നിങ്ങൾക്ക് ജോലി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.